അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ് വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6ന്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 6 കൂട്ടുകാർക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് ആ സബ്ജക്റ്റ് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് ജബലുർ റഹ്മ, ജബലുൻ നൂർ, ജബൽ ഉഹുദ്. ശരിയുത്തരം ജബലുൻ നൂർ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറിയ ജൂതൻ. ഓപ്ഷൻസ് നോക്കൂ. സെയ്ദ് ബിൻ സഅന, അബ്ദുല്ലാഹി ബിൻ സലാം, ഉമേർ ബിൻ വഹബ്. ശരിയുത്തരം സെയ്ദ് ബിൻ സഅന. 3. മായിദ സൂറത്ത് അവതരിച്ചതിന് സാക്ഷിയായ മഹദി. ഓപ്ഷൻസ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ശരിയുത്തരം അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ. 4. കഅബ പുനർനിർമ്മാണം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ് 40, 35, 25. ശരിയുത്തരം 35. 5. മാ കസ്സബ മുഹമ്മദുൻ ഖത്ത് ഇത് പറഞ്ഞത്. ഓപ്ഷൻസ് അബൂ ജഹൽ, അബൂ ത്വാലിബ്, അബൂ ലഹബ്. ശരിയുത്തരം അബൂ ജഹൽ. 6. മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവർ. ഓപ്ഷൻസ് ജിന്നുകൾ, മലക്കുകൾ, പ്രവാചകന്മാർ. ശരിയുത്തരം പ്രവാചകന്മാർ. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. ഷീസ് അലൈഹിസ്സലാം. 8. ഇദ്രീസ് അലൈഹിസ്സലാം. 9. മൂസ അലൈഹിസ്സലാം. 10. ഇബ്രാഹിം അലൈഹിസ്സലാം. 11. ഈസ അലൈഹിസ്സലാം. ഇപ്പുറത്ത് നോക്കൂ. എ തൗറാത്ത്, ബി 10 ഏടുകൾ, സി 30 ഏടുകൾ, ഡി ഇൻജീൽ, ഇ 50 ഏടുകൾ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. ഷീസ് അലൈഹിസ്സലാം. ശരിയുത്തരം ഇ 50 ഏടുകൾ. 8. ഇദ്രീസ് അലൈഹിസ്സലാം. ശരിയുത്തരം സി 30 ഏടുകൾ. 9. മൂസ അലൈഹിസ്സലാം. ശരിയുത്തരം എ തൗറാത്ത്. 10. ഇബ്രാഹിം അലൈഹിസ്സലാം. ശരിയുത്തരം ബി 10 ഏടുകൾ. 11. ഈസ അലൈഹിസ്സലാം. ശരിയുത്തരം ഡി ഇൻജീൽ, ECABD. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. വജായിസും ഫീ ഹഖ്ഹിം മിൻ അറൽ ഡാഷ് കഖഫീഫിൽ മറൽ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബിഗൈരി നഖ്സിൻ. വജായിസും ഫീ ഹഖ്ഹിം മിൻ അറൽ ബിഗൈരി നഖ്സിൻ കഖഫീഫിൽ മറൽ. 13. വഹീനെ ഡാഷ് വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഭൗതികമായി. വഹീനെ ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. 14. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഡാഷിനേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കസ്തൂരിയെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. 15. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിനുടനീളം ഡാഷ് പുലർത്തിയിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സത്യസന്ധത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിനുടനീളം സത്യസന്ധത പുലർത്തിയിരുന്നു. 16. ഇന്നാ നഹ്നു നസ്സൽന ഡാഷ് വ ഇന്നാ ലഹുൽ ഹാഫിലൂൻ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അദ്ദിക്ര. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹുൽ ഹാഫിലൂൻ. 17. അല്ലാഹു തആല ഡാഷ് കിതാബുകൾ അവതരിപ്പിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 4. അല്ലാഹു തആല 4 കിതാബുകൾ അവതരിപ്പിച്ചു. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ആദം അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര? ഉത്തരം 10 ഏടുകൾ. 19. അൽ ഫുർഖാൻ എന്ന പേരുള്ള ഗ്രന്ഥം. ഉത്തരം വിശുദ്ധ ഖുർആൻ. 20. ദിവ്യബോധനം ഇതിന്റെ അറബി പദം. ഉത്തരം വഹി. 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ഉത്തരം അൽ അമീൻ. 22. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഉമേർ ബിൻ വഹബിനോട് കരാറുണ്ടാക്കി.
ആര്? ഉത്തരം സഫ്വാൻ ബിൻ ഉമയ്യ. 23. ധർമ്മസമരത്തെക്കുറിച്ചുള്ള ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം അറിയിച്ച സ്വഹാബി. ഉത്തരം അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളിൽ 2 എഴുതുക. ഉത്തരം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വിശുദ്ധി. 25. നബിമാർ പ്രബോധനം ചെയ്തു. എന്ത്? ഉത്തരം തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ നബിമാർ കൃത്യമായി പ്രബോധനം ചെയ്തു. 26. വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ത്? ഉത്തരം വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങളിൽ പലതും വിസ്മൃതമായി, പലതിലും കൈകടത്തലുകൾ ഉണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. 27. ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി വന്നിരുന്നത് ഏത് രൂപത്തിൽ? ഉത്തരം ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധവും ആഗതനാകും. 28. സെയ്ദ് ബിൻ സഅന ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സഹിഷ്ണുവായിരിക്കും എന്ന അടയാളം അദ്ദേഹത്തിന് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അദ്ദേഹം പരുഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറിയപ്പോൾ അദ്ദേഹത്തിനത് ബോധ്യപ്പെടുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 29. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകത്വത്തിന്റെ മുമ്പുണ്ടായ അത്ഭുതങ്ങളിൽ ഒന്നെഴുതുക. ഉത്തരം പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ തന്നോട് സലാം ചൊല്ലിയിരുന്ന മക്കയിലെ ഒരു കല്ലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയമുണ്ടായിരുന്നു. 30. മാലല്ല സ്വാഹിബുക്കും വമാ ഗവാ. സാരമെഴുതുക. ഉത്തരം നിങ്ങളുടെ നബിക്ക് പിഴക്കുകയോ തെറ്റ് സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. പ്രവാചകൻ പൂർവ്വവേദങ്ങളിൽ. അപ്പം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അങ്ങയെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകനുമായി നാം നിയോഗിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ദാസനും പ്രവാചകനുമാണ്. മുതവക്കിൽ എന്ന് അങ്ങയെ നാം വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവിയല്ല, അങ്ങാടിയിൽ ഒച്ച വയ്ക്കുന്നവനുമല്ല, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവനാണ്. 32. പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വം. അപ്പം നോക്കൂ, നബിമാരിൽ നിന്ന് ചെറുതോ വലുതോ ആയ പാപങ്ങളൊന്നും തന്നെ നുബുവത്തിന് മുമ്പോ ശേഷമോ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുകയില്ല. അവർ മഅ്സൂമുകളാണ്, അതായത് പാപസുരക്ഷിതർ. മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരാണല്ലോ പ്രവാചകന്മാർ. അവർ തന്നെ തെറ്റ് ചെയ്യുക എന്നത് വിരോധാഭാസമാണ്. ജനങ്ങൾ അവരെ പൂർണ്ണമായും പിന്തുടരണം. അതിനാൽ അവരിൽ നിന്ന് ഒരു പാപവും സംഭവിക്കരുത്. എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ആത്മദ്രോഹങ്ങളാണ്. നബിമാർ ആരും ദ്രോഹികളല്ല. അക്രമം ചെയ്തവർക്ക് പ്രവാചകത്വം ലഭിക്കുകയുമില്ല. അല്ലാഹു തആല പറയുന്നു: ലാ യനാലു അഹദിൽ ളാലിമീൻ. നുബുവത്ത് അക്രമികൾക്ക് ലഭിക്കുകയില്ല. കഴിഞ്ഞുപോയ നബിമാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു: ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദിഹ്. അള്ളാഹു സന്മാർഗത്തിലാക്കിയവരാണ് മുൻകാല പ്രവാചകർ. അവരുടെ നന്മകളെ അനുധാവനം ചെയ്യുക. നബിമാരിൽ അത്യുത്തമരും അന്ത്യദൂതരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ പാപസുരക്ഷിതത്വത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ന്യൂനതയില്ലാത്ത ചെറിയ രോഗം പോലെയുള്ള കാര്യങ്ങൾ നബിമാർക്ക് ഉണ്ടാവും. മലക്കുകളെപ്പോലെ പാപസുരക്ഷിതരാവൽ അവർക്ക് വാജിബാണ്. എന്നാൽ അവർ മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.